അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ, വളരെ പഠനാർഹമായ വിഷയങ്ങൾ കേൾക്കാനും പഠിക്കാനും നമുക്ക് സാധിച്ചു. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇഖ്ലാസോടുകൂടെ ദീനി രംഗത്ത് മരണം വരെ നിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. വഹബ് ബിൻ മുനബ്ബിഹിൻ്റെ അരികിലേക്ക് ഹിജ്റയുടെ 34 ജനിച്ച വളരെ പ്രസിദ്ധനായ താബിഈ പണ്ഡിതനാണ് അദ്ദേഹം. ഒരു വ്യക്തി കടന്നു വരികയും അല്ലിംനി ഷൈഅൻ യൻഫഉനില്ലാഹു ബിഹി, എനിക്കുപകാരപ്പെടുന്ന ഒരു കാര്യം എന്നെ പഠിപ്പിക്കണം എന്നാവശ്യപ്പെടുകയുമാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് നൽകിയ മറുപടി അക്സിർ മിൻ ദിക്രിൽ മൗത്ത്, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ അത് നീ അധികരിപ്പിക്കണമെന്നതാണ്. നിൻ്റെ മരണത്തെക്കുറിച്ചുള്ള ചിന്ത, നിൻ്റെ മരണം അത് നീ ധാരാളമാക്കണം. പലപ്പോഴും എനിക്കും നിങ്ങൾക്കും നഷ്ടപ്പെടുന്നതും നമ്മുടെ സലഫുകൾക്കുള്ളതുമായ ഒരു ഗുണമാണ് അവരാൾക്കൂട്ടങ്ങളിൽ നിന്ന് മാറി, അവരുടെ തിരക്കുകളിൽ നിന്ന് മാറി അവരുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് സമയമുണ്ടായിരുന്നു. മുൻഗാമികളുടെ ചരിത്രം വായിക്കുന്നിടത്ത് വായിച്ച ഒരു രംഗം, സലഫുകളിൽപ്പെട്ടൊരു പണ്ഡിതൻ ഇരിക്കുമ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെ എത്തി? പലപ്പോഴും നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കുമല്ലോ. അപ്പോൾ കൂട്ടുകാർ തട്ടിയിട്ട് ചോദിക്കല്ലടാ എവിടെ എത്തി? ഞാനിതാ മകളെ കല്യാണത്തെപ്പറ്റി ചിന്തിക്കായിരുന്നു, വീട് പണിയെപ്പറ്റി ആലോചിക്കായിരുന്നു, ഇപ്പോഴുള്ള കുട്ടികളുടെ അവസ്ഥ ആലോചിക്കായിരുന്നു. പലതും നമുക്ക് ചിന്തിക്കാനുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മറുപടി ഞാൻ സിറാത്തിലെത്തി എന്നാണ്. ഞാൻ ആലോചിച്ചെത്തി നിൽക്കുന്നത് സിറാത്തിലാണ്, അഥവാ എൻ്റെ മരണം ഞാൻ കണ്ടു, എൻ്റെ ഖബറിൽ ഞാൻ എത്തി, എൻ്റെ വിചാരണ നാളിൽ ഞാൻ എത്തി, മുവഹിദുകൾ പരീക്ഷിക്കപ്പെടുന്ന സിറാത്തിലാണ് ഞാൻ എത്തി നിൽക്കുന്നത് എന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ എത്രത്തോളം നമ്മുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്? തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു പ്രോഗ്രാമിന് പോകുന്നതിന് വേണ്ടി വന്ന സമയത്ത് ഒരു ട്രെയിൻ അവിടെ വന്നു നിന്നു. പതുക്കെ ആ ട്രെയിൻ ഓടിത്തുടങ്ങിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് അദ്ദേഹം ആ ട്രെയിനിൽ നിന്ന് താഴേക്കിറങ്ങി. അതിൽ കാല് തെറ്റി മഴ പെയ്ത് പ്ലാറ്റ്ഫോം നനഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹം ആ ട്രാക്കിലേക്ക് വീണു. ട്രെയിന് പോയി കഴിഞ്ഞു. അവിടെ ക്ലീൻ ചെയ്യുന്ന സ്ത്രീകൾ വന്ന് ഒരു പ്ലാസ്റ്റിക് തുണിയിൽ ആ മനുഷ്യൻ്റെ ശരീരങ്ങൾ അവർ ചേർത്തു വെച്ച് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു മൂലയിലേക്ക് മാറ്റിവെച്ചു. കുറച്ച് ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് ആ ട്രാക്കും മറ്റു ഭാഗവും കഴുകി അത് ശുദ്ധിയാക്കി. അയാളുടെ ഒരു ബാഗ് അവിടെ ഒടിഞ്ഞു കിടക്കുന്നുണ്ട്. ആ ബാഗിൽ തുറന്നു നോക്കുമ്പോൾ അയാളുടെ ലൈസൻസ് ഉണ്ട്, 2 ഡ്രസ്സുണ്ട്, കുട്ടികൾക്കുള്ള കുറച്ച് മിഠായി പൊതികളുണ്ട്. അവിടെ നിന്ന് ഞാൻ ആലോചിച്ചൊരു വിഷയം, നമ്മളെപ്പോലെ സ്വപ്നങ്ങളുള്ള, നമ്മളെപ്പോലെ കിനാവുകളുള്ള, നമ്മളെപ്പോലെ പ്രാരാബ്ധങ്ങളുള്ള മക്കളുള്ള ഒരു മനുഷ്യൻ
എത്ര പെട്ടെന്നാണ് അയാളുടെ സാഹചര്യങ്ങൾ മാറുന്നത്. ഒരു കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് അയാളുടെ സാഹചര്യങ്ങളെല്ലാം മാറുകയാണ്. ഒന്നാം ആകാശത്തിലേക്ക് ആ മനുഷ്യൻ യാത്ര തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ ഒരു ചിന്ത, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, നമ്മുടെ സകല സുഖങ്ങളെയും മുറിച്ചു കളയുന്ന ആ മരണത്തെ നിങ്ങൾ ഓർക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മളൊക്കെ ഇവിടെ നിന്ന് യാത്ര തിരിക്കും. സുലൈമാൻ റുഹൈലി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പറഞ്ഞ ഒരു കഥ, ഒരു വ്യക്തി കിണറിലേക്ക് വീണു. ആളുകൾ ഓടി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി കരയിലേക്ക് കൊണ്ടുവന്നു. ആരോ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് വീണത്? അത് പറയുന്നതിനിടയിൽ വീണ്ടും കാല് തെറ്റി. അതിനിടയിൽ ആരോ ഒരു ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് പാൽ അയാൾക്ക് കൊടുത്തു. അത് അദ്ദേഹം കുടിച്ചു. രണ്ടാമതും കാല് തെറ്റിയ മനുഷ്യൻ താഴെ വീണു. ആ വീഴ്ചയിൽ അയാൾ മരണപ്പെട്ടു. എന്നിട്ട് ഷേഖ് ചോദിച്ച ഒരു ചോദ്യം, ഒന്നാമത് വീണ മനുഷ്യനെ എന്തിനാണ് വീണ്ടും കരയിലേക്ക് കൊണ്ടുവന്നത്? ആ മനുഷ്യൻ്റെ റിസ്കിൽ അല്ലാഹ് കണക്കാക്കിയ ഒരു ഗ്ലാസ് വെള്ളം കൂടെയുണ്ട്. അത് കുടിച്ചിട്ടേ ആ മനുഷ്യൻ മരിക്കൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ദുനിയാവിനെ കുറിച്ച് ഒരുപാട് ചിന്തിച്ച്, ദുനിയാവിനെ പറ്റി ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് അങ്ങനെ പോകേണ്ടവരല്ല നമ്മൾ. നമുക്ക് അല്ലാഹു കണക്കാക്കിയ റിസ്ക്കുണ്ട്, അത് നമ്മൾ കഴിക്കും, അത് നമ്മൾ തേടിപ്പോകണം. എന്നാൽ എപ്പോഴും നമ്മുടെ ചിന്തകളിൽ ദുനിയാവായി മാറുന്ന ഒരു അവസ്ഥയുണ്ടാകരുത്. സ്വാഭാവികമായി ഇവിടെ വന്നു നിൽക്കുമ്പോൾ ചില മുഖങ്ങൾ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. ആദ്യമായി കുവൈത്തിലേക്ക് എത്തിയപ്പോൾ ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന, അന്ന് ഫർവാനിയയിലാണ് താമസിച്ചിരുന്നത്, അന്ന് എപ്പോഴും കണ്ടിരുന്ന ഒരു സഹോദരൻ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. എത്രയോ നമ്മുടെ കൂടെ ഒന്നിച്ചു പ്രവർത്തിച്ചിരുന്ന, ഒന്നിച്ചിതുപോലെ വിജ്ഞാന സദസ്സുകളിൽ ഇരുന്നിരുന്ന, പരസ്പരം തമാശ പറഞ്ഞിരുന്ന എത്രയോ ആളുകൾ അവർ നമ്മളെ വിട്ടു പിരിഞ്ഞു. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരെക്കാൾ കൂടുതൽ മരണപ്പെട്ടവരാണ്. അഹ്യാഅൻ വ അംവാത, ഭൂമി ജീവിച്ചിരിക്കുന്നവർക്കും മരണപ്പെട്ടവർക്കുമാണ്. ജീവിച്ചിരിക്കുന്നവർ കുറവാണ്. എത്ര തലമുറകൾ മണ്ണിനടിയിലുണ്ട്, എത്ര ആളുകൾ. നമ്മുടെയൊക്കെ കുടുംബത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടില്ലേ, മരണപ്പെട്ടപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മൾ അവരെക്കുറിച്ച് വാചാലമായി സംസാരിച്ചു. നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ പല പണ്ഡിതന്മാർ, നമ്മുടെ പല അടുപ്പമുള്ള സുഹൃത്തുക്കൾ, നമ്മുടെ കുടുംബത്തിലെ കാരണവന്മാർ, നമ്മൾ അവരെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അവരുടെ നന്മകൾ നമ്മൾ എടുത്തു പറഞ്ഞു. എത്ര ദിവസമുണ്ടായിരുന്നു ആ സംസാരം? ഇപ്പോൾ ആരാണ് അവരെക്കുറിച്ച് ഓർക്കുന്നത്? എപ്പോഴെങ്കിലൊക്കെ കൂടുമ്പോൾ പറയും, എളാപ്പുണ്ടായിരുന്ന ആ കാലം, ഉപ്പുണ്ടായിരുന്ന ആ ദിവസം, മരണപ്പെട്ട നമ്മുടെ ഉപ്പ, നമ്മുടെ പ്രിയപ്പെട്ടവർ, അവർ എപ്പോഴെങ്കിലുമൊക്കെ ഓർക്കുന്ന കേവലം ഓർമ്മകളായി മാറിപ്പോയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും അങ്ങനെ ഒരു തിരിച്ചുപോക്കുണ്ട് എന്ന ഒരു ഓർമ്മ ഏതു സമയത്തും നമുക്ക് വേണം. ഒരു പ്രവാസിയുടെ റൂമിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ബെഡിൻ്റെ താഴെ ഒരു വലിയൊരു പേപ്പറിൽ അളിയൻ്റെ നമ്പർ എഴുതിയിട്ടുണ്ട്. അളിയൻ നാസറിൻ്റെ നമ്പർ എന്ന് എഴുതിയിട്ട് ഒരു മാർക്കർ കൊണ്ട് നമ്പർ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിച്ച്, പടച്ചോനെ, ഈ കാലത്ത് എന്തിനാണ് ഇത്ര വലിപ്പത്തിൽ ഇദ്ദേഹം നമ്പർ എഴുതി വെച്ചിട്ടുള്ളത്? മൊബൈലിൽ സേവ് ചെയ്താൽ പോരെ? അപ്പം അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നമ്പർ എഴുതിയിട്ടുള്ളത്? അപ്പം അദ്ദേഹം പറഞ്ഞത്, ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം 14 മയ്യത്തുകൾ നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഞങ്ങളിവിടെ താമസിക്കുന്ന ഈ കൂട്ടത്തിൽ നിന്ന് 14 പേര് മയ്യത്തായിട്ടാണ് നാട്ടിലേക്ക് പോയിട്ടുള്ളത്. കഴിഞ്ഞ മാസം പെട്ടി കെട്ടി ഒക്കെ റെഡിയാക്കി, പാസ്പോർട്ട് ടിക്കറ്റൊക്കെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി, ഞാനൊന്ന് വുളു ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞ് റൂമിലേക്ക് കയറിയതാണ്.
പിന്നെ ആ റൂമിൽ വീഴുന്ന ശബ്ദമാണ് ഞങ്ങൾ കേട്ടത്. ഒരു മാസം മുമ്പ് നടന്ന കാര്യമാണ്. ഈ ഓടുന്ന ഓട്ടത്തിനിടയിൽ എവിടെയെങ്കിലുമൊക്കെ വീണാൽ ഗഫൂർ ഇതാ മരണപ്പെട്ട് വീണിട്ടുണ്ട് എന്ന് എൻ്റെ റൂമിലുള്ളവർ അറിയിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആകെയുള്ളതൊരു അളിയനാണ്. അളിയനെ വിളിച്ച് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമ്പർ എഴുതി വെച്ചിട്ടുള്ളത്. നമുക്കെന്തിനാണ് മറ്റൊരു ഉപദേശം? എത്ര പേരുടെ മരണവാർത്ത നമ്മുടെ നാട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതിൽ എത്ര ആളുകൾ മരണപ്പെട്ടു. നമ്മുടെ സമപ്രായക്കാർ പള്ളിക്കാട്ടിൽ മീസാൻ കല്ലുകൾ തൊട്ടുരുമ്മി നിൽക്കുന്ന കൊച്ചു കുട്ടികളുടെ ഖബറുകൾ നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരുടെ. പ്രിയമുള്ളവരെ, അത് നമ്മളോട് പറയുന്നത് ഒരുങ്ങാനാണ്. ഉമർ റളിയല്ലാഹു തആല മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആളുകളോട് ചോദിക്കും, അത് ആരുടേതാണെന്ന് അറിയുമോ? അത് നിന്റെ മയ്യത്താണ്. അവരൊക്കെ മരിച്ചല്ലോ, ഇന്ന ആളുകളൊക്കെ മരിച്ചല്ലോ. അവർക്കില്ലാത്ത എന്തെങ്കിലും ഒരു യോഗ്യതകൾ നമുക്കുണ്ടോ ഇവിടെ കാലാകാലം ജീവിക്കാൻ? നമുക്കെന്തെങ്കിലും ഒരു പ്രത്യേകമായ മഹത്വമുണ്ടോ ഇവിടെ ഒരുപാട് കാലം മരണമില്ലാതെ ജീവിക്കാൻ? ഇല്ലല്ലോ. പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും ആ മരണമുണ്ട് എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ആ മരണം നമ്മളെയും തേടിയെത്തും. ഖുൽ ഇന്നൽ മൗതല്ലദി തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നമ്മളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. നമ്മൾ വിരണ്ടോടുന്ന, പേടിച്ചു പോകുന്ന ആ മരണം നമ്മളെ കണ്ടുമുട്ടും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. തസവ്വദ് മിനത് തഖ്വ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. തഖ്വ ഉണ്ടാക്കിക്കോ, തഖ്വ ഉണ്ടാക്കിക്കോ, അമലുകൾ ഉണ്ടാക്കിക്കോ. നിനക്കറിയില്ല രാത്രിയായി കഴിഞ്ഞാൽ അടുത്ത പ്രഭാതത്തിലുണ്ടോ, അടുത്ത പുലരിയിലുണ്ടോ, നമുക്കറിയില്ല. അതുകൊണ്ട് പരമാവധി നീ തഖ്വയുണ്ടാക്കിക്കോ. ഫകം മിൻ ഫതാ അംസാ വഅസ്ബഹ ളാഹികൻ വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. കളിചിരിയിലാണ്, തമാശയിലാണ്. സൊറ പറഞ്ഞിരിക്കാനും തമാശ പറഞ്ഞിരിക്കാനും അതിനൊക്കെ സമയമുണ്ട്. ചെറുപ്പക്കാരെങ്ങനെ സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ അറിയുന്നില്ലല്ലോ അവൻ്റെ കഫൻ പുടവ തുന്നിയിട്ടുണ്ട് എന്ന്. ആലപ്പുഴയിലുള്ള നമ്മുടെ ഒരു സഹപ്രവർത്തകൻ അവിടെ മക്കയിൽ ഉംറക്ക് പോയ സമയത്ത്, നമുക്കറിയാം അവിടെ മയ്യത്ത് കുളിപ്പിക്കുന്ന ആ ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ കഫൻ പുടവ കിട്ടും. ആ ടീമിൽ പോയ എല്ലാവർക്കും കഫൻ പുടവ കിട്ടി. ഇത് വലിയ ഒരു സുഖമുള്ള പരിപാടിയല്ലല്ലോ. ചില ആളുകൾ പറഞ്ഞു, എൻ്റെ ലഗേജ് ഇപ്പം തന്നെ ഓവറാണ്, വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളി. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറിക്കൊണ്ടിരിക്കണം, ആർക്കും വേണ്ട. കാണാൻ വലിയ ഭംഗിയുള്ള കാഴ്ച അല്ലല്ലോ അത്. അവനൊരു കഫൻ പുടവ വന്ന് നാട്ടിലേക്ക് കൊണ്ടുവന്നു. പൂച്ചാക്കലുള്ള അവൻ്റെ വീട്ടിലത് വെച്ചു. പിന്നെയാണ് കോവിഡ് വരുന്നത്. 2 കൊല്ലം കഴിഞ്ഞിട്ട് പൂച്ചാക്കൽ സലഫി മസ്ജിദിൻ്റെ പ്രസിഡന്റ് മരണപ്പെട്ടു. ആ പള്ളിയുടെ തൊട്ടടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അതിൻ്റെ തൊട്ടരികിലാണ് ഞാൻ പറഞ്ഞ ഈ സഹോദരൻ്റെ വീട്. അപ്പോൾ അവൻ പറഞ്ഞു, ഇവനെ ഈ ആദർശത്തിലേക്കും ഈ കൂട്ടായ്മയിലേക്കൊക്കെ കൊണ്ടുവന്നത് അദ്ദേഹമാണ്. ആ കഫൻ പുടവ അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞു. അതിലാണ് അദ്ദേഹത്തെ മറവ് ചെയ്തത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ തൊട്ടരികിലുള്ള വീട്ടിൽ അലമാറയിൽ 2 കൊല്ലമായി അദ്ദേഹത്തെ പുതക്കാനുള്ള കഫൻ പുടവ അവിടെ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അതുപോലെ ഏതോ ഒരു കടയിൽ എന്നെ പുതക്കാൻ, നിങ്ങളെ പുതക്കാനുള്ള തുണി ഒരുങ്ങിയിട്ടുണ്ട്. നമ്മളെ കൊണ്ടുപോകാനുള്ള മയ്യത്തുകട്ടിൽ ഏതോ ഒരു പള്ളിയിൽ തയ്യാറായി നിൽക്കുന്നുണ്ട്. എന്നെയും നിങ്ങളെയും ചുമന്നു കൊണ്ടുപോകുന്നവർ നമ്മുടെ ചുറ്റുമിരിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുമിരിക്കുന്നതിൽ ആരൊക്കെയാണ് നമ്മളെ ചുമന്നു കൊണ്ടുപോവുക? കൊണ്ടുപോയി വെക്കാനുള്ള മണ്ണൊരുങ്ങിയിട്ടുണ്ട്, എല്ലാം ഒരുങ്ങിയിട്ടുണ്ട്. പക്ഷേ ചിന്തിക്കാത്തതും ഒരുങ്ങാത്തതും നമ്മൾ മാത്രമാണ്. നമ്മുടെ ഒരു ധാരണ, നമുക്കെന്തോ ഒരു പ്രത്യേകതയുണ്ട്, ഈ മരണപ്പെട്ട ആളുകൾക്കൊന്നുമില്ലാത്ത എന്തോ ഒരു യോഗ്യത എനിക്കുണ്ട്, അതുകൊണ്ട് ഞാനങ്ങനെ ഒരുപാട് കാലം ആ സ്വപ്നങ്ങളിലേക്ക് എത്തുന്നത് വരെ
കഴിയും എന്നതാണ് പലപ്പോഴും ആളുകൾ ചിന്തിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ മരണത്തിനപ്പുറത്തേക്ക് നമ്മുടെ അമലുകൾ എന്ത് എന്ന് നമ്മൾ ആലോചിക്കണം. 5 വർഷമാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹുവിന് ഇസ്ലാമിൽ കിട്ടിയത്. 5 കൊല്ലം. നമ്മൾ എത്ര കൊല്ലമായി മലയാള ഖുതുബ കേൾക്കുന്നു? ദീനി പ്രവർത്തനങ്ങൾ ഉള്ള ഈ ഒരു സംവിധാനത്തിന്റെ ഭാഗമായി എത്ര കൊല്ലമായി നമ്മൾ നിൽക്കുന്നു? പക്ഷെ 5 കൊല്ലത്തെ അമലുകൾ കൊണ്ട് അള്ളാഹുവിന്റെ അർശ് പ്രകമ്പനം കൊള്ളുമാറുള്ള അമലുകൾ ഉണ്ടായിരുന്നു. 5 കൊല്ലത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിന് 33 വയസ്സാണ്. ആ 33 വയസ്സിനുള്ളിൽ ചെയ്ത അമലുകൾ എത്രയാണ്? 33 വയസ്സേ കിട്ടിയിട്ടുള്ളൂ അള്ളാഹുവിന്റെ ദീനിൽ. 30 കഴിഞ്ഞവരില്ലേ? 40 കഴിഞ്ഞവരില്ലേ? വാർദ്ധക്യത്തിലെത്തിയവരില്ലേ? പ്രിയമുള്ളവരെ, മരണത്തിന് മുമ്പെങ്കിലും നമ്മുടെ അമലുകളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കുക. താബിഈ പണ്ഡിതന്മാർ ഉണർത്താറുള്ള വിഷയം, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നിങ്ങളൊന്ന് വിചാരണ ചെയ്യണം, അല്ലാഹ് വിചാരണ ചെയ്യുന്നതിന് മുമ്പ്. ഹിസാബ് ഹക്കാണ്. നമ്മുടെ മുന്നിൽ നരകത്തെ കൊണ്ടുവന്ന് കത്തിയാളുന്ന നരകത്തെ കൺമുന്നിൽ കണ്ട് റബ്ബിന്റെ മുന്നിൽ വിചാരണക്ക് നമ്മൾ നിൽക്കേണ്ടി വരും. അതിനു മുമ്പ് ഒന്ന് വിചാരണ ചെയ്യണം. നമ്മുടെ തിരക്കുകളിൽ നിന്നൊന്നു മാറി, കളിച്ചിരികളിൽ നിന്നൊന്നു മാറി, നമ്മുടെ കൂട്ടുകെട്ടുകളിൽ നിന്നൊന്നു മാറി, ഒന്നൊറ്റക്കിരിക്കാൻ, ഒന്ന് വിചാരണക്കെടുക്കാൻ. വസ്സിനു അമാലക്കും, നിങ്ങളുടെ അമലുകളുടെ തൂക്കം ഒന്ന് നിങ്ങൾ നോക്കണം. നമ്മുടെ അമലും തൂക്കും, നമ്മളെയും തൂക്കും. പ്രിയമുള്ളവരെ, എൻ്റെ അമലുകളുടെ തൂക്കം എന്താണ്? മരണത്തിനു മുമ്പ് നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മുടെ മുൻഗാമികൾക്ക് പ്രതീക്ഷയുണ്ടായിട്ടില്ല. ഒരുപാട് ചെയ്തു, ഇനി കുറച്ചു കാലം ഞാൻ റെസ്റ്റ് എടുക്കട്ടെ, ഇനി പുതിയ ടീം വരട്ടെ, ഇനി പുതിയ ആളുകൾ വരട്ടെ, ഇനി ഞാനില്ല. നമ്മൾ സർവീസ് പറയുന്നവരാണ്. സർവീസ് കൊണ്ട് കാര്യമില്ല, അവസാനം നന്നാകണം. നമ്മുടെ അവസാനം നന്നാകണം. അവസാനം നന്നാകണമെങ്കിലോ ഓരോ ദിവസവും മനോഹരമാകണം. ഇന്നലെയുള്ളതിനേക്കാൾ ഇന്ന് അമല് നന്നാക്കാൻ പരിശ്രമിക്കണം. അമലുകളുടെ തൂക്കം നോക്കണം. ഉമർ റളിയല്ലാഹു തആല അൻഹു, എന്താണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അമലുകളുടെ തൂക്കം? മരണാസന്നമായി കിടക്കുന്ന സമയത്ത് കവിൾത്തടം മണ്ണിൽ വെച്ച് കരയുന്ന, കണ്ണുനീർ വാർക്കുന്ന ഈ അവസ്ഥ കണ്ടുകൊണ്ടെങ്കിലും ഉമറിനോട് അള്ളാഹു കാരുണ്യം ചെയ്തിരുന്നെങ്കിൽ എന്ന് പറയുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ നമ്മൾ വായിക്കുന്നില്ലേ? തന്റെ ജീവിതകാലം മുഴുവൻ ഹദീസുകളുടെ പിറകെ സഞ്ചരിച്ച് റസൂലുള്ളാഹിയുടെ പള്ളിയിൽ പട്ടിണി കാരണം താഴെ വീണ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മരണാസന്നമായി കിടക്കുമ്പോൾ കരയുന്നത് അമലുകളുടെ കുറവിനെ കുറിച്ചാണ് എങ്കിൽ, അത്രമാത്രം അമലുകൾ ചെയ്ത, അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്ത നമ്മുടെ മുൻഗാമികൾക്കില്ലാത്ത എന്തു പ്രതീക്ഷയാണ് നമുക്കുള്ളത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, മരണത്തിന് മുമ്പ് നമ്മുടെ അമലുകളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം. മലയാളത്തിൽ ഖബർ എന്ന പേരിൽ ഒരു കഥയുണ്ട്. എൻ്റെ വീട് ഒരു ഖബർസ്ഥാനിൻ്റെ അരികിലാണ്. ഓരോ ദിവസവും അവിടെ പുതിയ ഖബറുകൾ വന്നുകൊണ്ടേയിരുന്നു. പണക്കാരൻ്റെ, പണിക്കാരൻ്റെ, മുതിർന്നവരുടെ, കുട്ടികളുടെ. ആ പള്ളിക്കാട്ടിൽ മൈലാഞ്ചിക്കാടിനരികിൽ ഒരു പുതിയ ഖബറ് കൂടെ വന്നു. പക്ഷേ അത് കാണാൻ ഞാനുണ്ടായിരുന്നില്ല. നമ്മുടെ മഹല്ലിൽ ഒരു പുതിയ ഖബറ് വരും, നമുക്കായി ഒരു ഖബർ ഒരുങ്ങും. അന്ന് നമ്മുടെ വീട്ടിൽ ദുഃഖം തളം കെട്ടി നിൽക്കും. ആളുകൾ 3 കഷ്ണം തുണികളിൽ പൊതിഞ്ഞ് പള്ളിയിൽ നമ്മളെ കൊണ്ടുവെക്കും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അന്ന് നമ്മുടെ പിറകിൽ നിന്നുകൊണ്ട് ഒരുപാട് മനുഷ്യർ നമുക്ക് വേണ്ടി അല്ലാഹുമ്മ അഗ്ഫിർ ലഹു എന്ന് പ്രാർത്ഥിക്കും. അവരെ പറ്റിയാണ് നമ്മളിപ്പോൾ ഈബത്ത് പറയുന്നത്. അവരെ പറ്റിയാണ്, അവരുടെ അഭിമാനമാണ് നമ്മൾ നാവ് കൊണ്ട് പിച്ചു ചീന്തുന്നത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ ജനാസയുടെ പിറകിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി ചോദിക്കുന്നവരെ പറ്റി എന്തു പകയാണ് സഹോദര, എന്തു വിദ്വേഷമാണ് നമ്മുടെ മനസ്സിൽ.
നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ മനുഷ്യർക്ക് വേണ്ടി അവരോടെന്തു പക, അവരോടെന്തു വിദ്വേഷം. ഖബറിലേക്ക് നമ്മളെ ഇറക്കി വെക്കും. കുരുടീസുകൾ ആ ഖബറിന്റെ മുകളിൽ പാകും. മണ്ണുകൊണ്ട് അവസാനത്തെ സുഷിരവും അടച്ച് ആളുകൾ തിരിച്ചു നടക്കുമ്പോൾ ആ കാലടി ശബ്ദം നമ്മൾ ഖബറിൽ കേൾക്കുമെന്നാണ്. ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ? ഇരുട്ട് നിറക്കപ്പെട്ടതാണ് ഖബർ. ഖബറിന്റെ പുറത്ത് കുറെ അലങ്കരിച്ചിട്ട് കാര്യമില്ല. ഖബറിന്റെ പുറത്ത് മനോഹരമാക്കിയിട്ട് കാര്യമില്ല. എൻ്റെയും നിങ്ങളുടെയും ഖബർ മനോഹരമാക്കേണ്ടത് നമ്മളാണ്. ഖബർ ഒരുക്കേണ്ടത് നമ്മളാണ്. പുറത്തു ഭംഗി കൂട്ടിയിട്ട് കാര്യമില്ല. ആ ഖബറിൻ്റെ ഉള്ളിൽ വെളിച്ചം നിറക്കേണ്ടത് ദുനിയാവിലെ അമലുകൾ കൊണ്ടാണ്. പ്രിയമുള്ളവരെ, അവസാനത്തെ മനുഷ്യനും ഖബറിൽ നമ്മെ തനിച്ചാക്കി തിരിച്ചു നടക്കുന്നു എന്ന് അറിയുന്ന ഒറ്റപ്പെടൽ എത്ര ഭീകരമായിരിക്കും. ആ ചെരുപ്പടി ശബ്ദം അകന്നു പോകുന്നത് ഞാനും നിങ്ങളും ഖബറിൽ തനിച്ചായി കേൾക്കുന്ന ആ ദിവസം എത്ര ഭീകരമായിരിക്കും. അവിടെ നമ്മുടെ കൂടെയുള്ളത് അമലുകൾ മാത്രമാണ്. അലി റളിയല്ലാഹു തആല അൻഹു ബഖീൽ വന്നുകൊണ്ട് പറയുന്നുണ്ടല്ലോ, ഖബറാളികളെ, നിങ്ങളെക്കുറിച്ചുള്ള ചില വാർത്തകൾ അലി അറിഞ്ഞിട്ടുണ്ട്. ഭാര്യമാരെ, ഭർത്താക്കന്മാരുടെ കല്യാണം കഴിഞ്ഞു. മറ്റൊരുത്തിയ മഹർ കൊടുത്ത് അവർ സ്വീകരിച്ചു. ഭർത്താക്കന്മാരെ, ഭാര്യമാരുടെ കല്യാണം കഴിഞ്ഞു. ധനികന്മാരെ, അംവാലുക്കും ഖദ് ഖുസിമത്, സമ്പത്തിത വീതിച്ചു കഴിഞ്ഞു. ദുനിയാവിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ച സമ്പത്തൊക്കെ വീതിച്ചു കഴിഞ്ഞു, മക്കൾ കൊണ്ടുപോയി. ഖബറാളികൾക്കെങ്ങാനും ഉത്തരം നൽകാൻ കഴിയുമെങ്കിൽ ലഖാലു, അവരൊന്നടങ്കം പറയുമായിരുന്നു, അന്ന ഖൈറസ്സാരി തഖ്വ, ഏറ്റവും വലിയ പാതയും തഖ്വയാണ്. നമുക്കിപ്പോ ദുനിയാവിൻ്റെ വിഷയത്തിൻ്റെ ഓട്ടത്തിനിടയിൽ പരലോകം മറക്കാൻ അറിയുക. ഈ ഓട്ടത്തിനിടയിൽ നമ്മൾ പരലോകത്തിന് വേണ്ടി മാറ്റിവെക്കുന്നതേ നമ്മുടെ ഖബറിലേക്കുള്ളൂ. പരലോകത്തിന് വേണ്ടി ഞാനും നിങ്ങളും മാറ്റിവെക്കുന്നത് അതാണ്. എൻ്റെയും നിങ്ങളുടെയും ഖബറിൽ അതാണ് നമ്മുടെ സമ്പാദ്യം. മക്കൾ തിരിച്ചു വരും, ബാക്കിയെല്ലാം തിരിച്ചു വരും. കൊണ്ടുപോകുന്ന 3 കഷ്ണം തുണി നുരുമ്പിപ്പോകും. കൂടെയുണ്ടാകുന്നത് അമലാണ്. ഒരു ഷേഖ് ഫറായിലിൻ്റെ മസ്അല പറയുമ്പോൾ അതിലൊരു അനുഭവം പറയുന്നുണ്ട്. ഒരു വലിയ ധനികൻ മരണപ്പെട്ടു. അടുത്ത ബന്ധുക്കൾ ആരുമില്ല. അകന്ന ഒരു ബന്ധുവിലേക്കാണ് ആ സ്വത്ത് പോകുന്നത്. അദ്ദേഹത്തിന് വലിയ ഒരു സമ്പത്ത് കിട്ടിയപ്പോൾ ആ 2 പേരരികിലേക്ക് വിളിച്ചിട്ട് ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആ മരിച്ച വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ പരലോകത്തേക്ക് കിട്ടുന്നതിന് വേണ്ടി എന്തെങ്കിലും നിലനിൽക്കുന്ന ഒരു സ്വതക്ക നിങ്ങൾ ചെയ്യണം. ആ മരിച്ച ആൾക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ, അത്ര വലിയൊരു പണമല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പം ഇവരുടെ മറുപടി, അത് ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കണമായിരുന്നു എന്നാണ്. ഇപ്പം ഞങ്ങളെ സ്വത്താണ്, ഇത് അദ്ദേഹത്തിൻ്റെതല്ല, ഇത് ഞങ്ങളുടെ സ്വത്താണ്. അദ്ദേഹം മരണപ്പെട്ടു, ഇനി ഞങ്ങളുടെ സ്വത്താണ്. അദ്ദേഹത്തിന് കിട്ടണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കണം എന്നാണ്. പ്രിയമുള്ളവരെ, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ അമലിൻ്റെ സമയത്ത്, ഇപ്പോൾ അമലിൻ്റെ ലോകമാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ കഴിയുന്ന രൂപത്തിൽ ദീനീ പരിശ്രമങ്ങളിൽ പങ്കാളികളാകാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ഒരു വലിയ ദഅ്വ പദ്ധതി നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളെക്കുറിച്ച് നമ്മൾക്ക് ആശങ്കയിലാണ്. ഏതു പ്രവാസിക്കാണ് മകനെ നാട്ടിൽ വിട്ട് പഠിപ്പിക്കാൻ നിർഭയത്വമുള്ളത്? എൻ്റെയും നിങ്ങളുടെയും മക്കളെ ഒരു പേടിയുമില്ലാതെ നാട്ടിൽ പറഞ്ഞയച്ച് ഒരു പ്രശ്നമില്ല, അവർ പഠിച്ചോളും എന്ന് പറയാൻ ആർക്ക് കഴിയും? അത്ര അപകടം നിറഞ്ഞ അവസ്ഥയിലേക്ക് പോകുമ്പോൾ നമ്മൾ കൈപിടിച്ച് ആ കുട്ടികളെ സഹായിക്കണം. കാലമേ ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ ദൗത്യമാണ് വിദ്യാർത്ഥികൾക്കിടയിലുള്ള ദഅ്വ പദ്ധതികൾ എന്നുള്ളത്. ഇത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. കാരണം എൻ്റെയും നിങ്ങളുടെയും മക്കൾക്ക് ജീവിക്കാനുള്ളത് ഈ തലമുറയിലാണ്.
അതുകൊണ്ട് തന്നെ നമ്മൾ പ്രഖ്യാപിച്ച നമ്മുടെ ദഅവ സമ്മേളനം കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് അത് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ ഉണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ. ഈ അടുത്തൊരു ഉദ്യോഗസ്ഥനൊരു അനുഭവം പറഞ്ഞു. ഒരു ഉമ്മ രാത്രി വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് സങ്കടം പറയാണ്, കരയാണ്. എന്താണ് സങ്കടം? മോനെ അവന് ലീവ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, അവൻ്റെ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, ഉമ്മാക്ക് വീട്ടിൽ ഒറ്റക്ക് നിൽക്കാൻ പേടിയാണെന്നാണ്. പോലീസുകാർ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് വീടിൻ്റെ പുറത്ത് അവനൊരു കുഴി കുടിച്ചിട്ടുണ്ട്. ആ കുഴി കുടിച്ചിട്ട് ആ കുഴിയിൽ കിടക്കാണ്. മൃഗങ്ങൾ കുഴി കുടിച്ച് കിടക്കുന്നത് പോലെ ആ കുട്ടി അവിടെ കിടക്കാണ്. ലഹരി അടിച്ച് കയറ്റി മനുഷ്യനാണെന്ന് മറന്നുപോയ വിദ്യാർത്ഥികൾ. ഇത് 10ഉം +1ഉം +2ലും അല്ല, 5ലേക്കും 6ലേക്കും വരെ ലഹരി എത്തി നിൽക്കുന്നൊരു അപകടം. പ്രിയമുള്ളവരെ, ഇതാരാണ് ഇതിന് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുക? നമ്മളല്ലാതെ ആരാണ് ഈ ദഅവ പ്രവർത്തനങ്ങളുമായി ഈ കുട്ടികളുടെ അരികിലേക്ക് ചെല്ലാനുള്ളത്? ആർക്കാണ് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുക? ഇൻഷാ അല്ലാഹ് വ്യത്യസ്തങ്ങളായ പദ്ധതികൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ 100-ലധികം വരുന്ന ധർമ്മസമര സംഗമങ്ങൾ ഓരോ മണ്ഡലങ്ങളിൽ നമ്മൾ നടത്തിക്കഴിഞ്ഞു. ഓരോ മുക്കുമൂലകളിലും അതിൻ്റെ ഭാഗമായി 3 ദിവസം നീണ്ടു നിൽക്കുന്ന തൗഹീദി വാഹന പ്രചരണങ്ങൾ നടത്തിക്കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് മെയ് 6-ാം തീയതി മുതൽ സൊല്യൂഷൻ എന്ന പേരിൽ ഒരു പുതിയ ദഅവ പദ്ധതി നമ്മൾ കേരളക്കരയ്ക്ക് പരിചയപ്പെടുത്തുകയാണ്. AI ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളിലൂടെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ഒരു പദ്ധതിയാണ് സൊല്യൂഷൻ എന്നത്. അവിടെ ഇന്ന് കുടുംബം അനുഭവിക്കുന്ന, ഇന്ന് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്കുള്ള പരിഹാരമാണത്. ഫോൺ അഡിക്ഷനുള്ള പരിഹാരം നമുക്കവിടെ നൽകാനുണ്ട്. ലഹരി അഡിക്ഷനുള്ള പരിഹാരം നമുക്കവിടെ കൈമാറാനുണ്ട്. കരിയർ രംഗത്ത് കുട്ടികൾക്ക് കൃത്യമായ കാഴ്ചപ്പാടുകൾ നൽകാനുണ്ട്. കൗൺസിലിംഗ് സംവിധാനങ്ങൾ ഉണ്ട് എന്നറിയിച്ചത് മുതൽ 100 കണക്കിന് കുടുംബങ്ങളാണ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇസ്ലാമിനെ എത്തിക്കുന്ന സാൽവേഷൻ ആ കാലഘട്ടത്തിലെ ഒരു രീതിയായിരുന്നുവെങ്കിൽ ഇന്ന് ഈ പുതിയ കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമുക്ക് വിദ്യാർത്ഥികളിലേക്കും കുടുംബത്തിലേക്കും ഇസ്ലാമിൻ്റെ ആശയങ്ങൾ എത്തിക്കാൻ കഴിയുക? അതിൻ്റെ ഏറ്റവും പുതിയ രൂപമാണ് സൊല്യൂഷൻ എന്ന പദ്ധതിയിലൂടെ ഇൻഷാ അല്ലാഹ് 6-ാം തീയതി മുതൽ 10-ാം തീയതി വരെ പെരിന്തൽമണ്ണയിൽ നമുക്ക് നടത്താനുള്ളത്. നമ്മുടെ സമ്മേളനം മൊത്തത്തിൽ ഈ എക്സിബിഷനും അതുപോലെയുള്ള ക്യാമ്പുകളും അടക്കം 1 കോടിയിലധികം വരുന്ന ഒരു പദ്ധതിയാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് നടത്താനുള്ളത്. പ്രിയമുള്ളവരെ, ദഅവാ രംഗത്ത് നമ്മൾ കാരണം ഒരു കുട്ടിയുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായാൽ അത് വലിയ ഖൈറാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പ്രബോധനത്തിലൂടെ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 5 പേർ ഇസ്ലാം സ്വീകരിച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു. 5 പേർ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 5 പേർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയുടെ പ്രബോധനത്തിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ആ 5 പേരുടെ മുഴുവൻ അമലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെതാണ്. ആ 5 പേർക്ക് എന്തെല്ലാം അമലുണ്ടോ അതെല്ലാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ലഭിക്കുന്നതാണ്. എന്തുകൊണ്ട്? അദ്ദേഹത്തിലൂടെയാണ് അവർ ഇസ്ലാമിനെ കണ്ടത്. എങ്കിൽ നമ്മളുടെ പ്രവർത്തനങ്ങളിലൂടെ, നമ്മളുടെ ഇതുപോലെയുള്ള നന്മകളിലൂടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കാണ് ഇസ്ലാമിൻ്റെ ആശയം കിട്ടുന്നത്. ലിബറലിസത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് അവർ തിരിച്ചു വരുന്നത്, ലഹരിയിൽ നിന്ന് ഒരു നല്ല ജീവിതത്തിലേക്ക് അവർ തിരിച്ചു വരുന്നത്, അവരുടെ ഉമ്മമാർക്ക് അവരുടെ മക്കളെ തിരിച്ചു നൽകുന്ന, അവർക്ക് അവരെ തിരിച്ചു നൽകുന്ന പദ്ധതിയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കിടയിലുള്ള ദഅവാ പ്രവർത്തനങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് സുദീർഘമായി ഞാൻ പറയുന്നില്ല. ഇത് നമ്മൾ മരണപ്പെട്ടാലും ആ വിദ്യാർത്ഥികളുടെ ജീവിതത്തിലുള്ള നന്മകൾക്ക് ആയിരക്കണക്കിന് ഖബറുകൾക്കിടയിൽ ഞാനും നിങ്ങളും കഴിയുമ്പോൾ മുറിയാത്ത നന്മകളായി നമ്മുടെ ഖബറിലേക്ക് എത്തുന്ന പ്രവർത്തനങ്ങളാണെന്ന തിരിച്ചറിവോടുകൂടെ ഇത്തരം നന്മകളുടെ ഭാഗമാകാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കട്ടെ. ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക്
വലിയ പ്രതിഫലം നൽകി അവന് അള്ളാഹുവിൻ്റെ എല്ലാവിധ സഹായങ്ങളും നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ കൈകളിലേക്ക് ഒരു സ്ലിപ്പ് നൽകിയിട്ടുണ്ടാകും. ഇൻഷാ അല്ലാഹ് എന്താണ് നിങ്ങൾക്കതിൽ സഹകരിക്കാൻ കഴിയുന്നത്, അത് അത്തരം നന്മകളിൽ സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകളുണ്ടായിരിക്കും, അവരെ കൂടെ ഇത്തരം നന്മ അറിയിച്ചുകൊണ്ട്, നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ അവർ അതിലേക്ക് ഒരുപക്ഷെ നമുക്ക് നൽകാൻ കഴിയുന്നതിനേക്കാൾ നമ്മുടെ ഒരു സുഹൃത്ത് അത് ഇത്തരം സംവിധാനങ്ങളിൽ സഹകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം കൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്ന തിരിച്ചറിവോടുകൂടെ കഴിയുന്ന രൂപത്തിൽ ഇത്തരം നന്മകളിൽ സഹകരിക്കുക. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ, നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ, നമ്മുടെ ഹൃദയങ്ങളിൽ അള്ളാഹു സ്നേഹം പ്രദാനം ചെയ്യട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.